ഇപ്പോൾ കൊല്ലങ്കോടിൻ്റെയൊക്കെ വിദൂരമായ ഗ്രാമക്കാഴ്ചകളാണ്. നല്ല സമതലാണ് താഴെ, കറക്റ്റ് പരന്ന് കിടക്കണം. അടിപൊളി. അപ്പോൾ നമ്മൾ സീതാർകുണ്ടിൽ പോപ്സിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇത് കാണാൻ പോവുക. അപ്പോൾ അവർക്ക് പറയുമ്പോൾ മാറി കമ്പിയുടെ മുകളിൽ കയറിയിരിക്കാം. അമ്മ അമ്മ അച്ഛനാണ്, അച്ഛൻ താഴത്തുണ്ട്. സീതാർകുണ്ട് വ്യൂ പോയിൻറ്റിനെ പറ്റിയൊരു ബോർഡാണ്. വ്യൂ പോയിൻ്റ് ഏരിയ ഈസ് വെരി സ്ലോപ്പ് ആൻഡ് ഡേഞ്ചറസ് സ്പോട്ട് ഓഫ്. ഹലോ ഗൈസ്, ഏവർക്കും ഗ്രീൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നെല്ലിയാമ്പതിയിലെ സീതാർകുണ്ട് വ്യൂ പോയിൻറ്റിനെ പറ്റിയാണ്. നെല്ലിയാമ്പതി യാത്രയിൽ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്തൊരു പോയിൻ്റാണ് സീതാർകുണ്ട് വ്യൂ പോയിൻറ്റ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ദൂരേക്കുള്ള ഗ്രാമക്കാഴ്ചകൾ, താഴെ വലിയ കൊക്ക, മനോഹരമായ ഒരു അനുഭവമൊക്കെയാണ് അവിടെ ഉള്ളത്. ആ കാഴ്ച ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഓക്കെ, ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ സീതാർകുണ്ടിൽ പോപ്സിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇത് കാണാൻ പോവുക, വ്യൂ പോയിൻ്റ് കാണാൻ പോവുക. 20 രൂപയാണ് ഇവിടുത്തെ പാർക്കിംഗ് ഫീസ്. ഇന്ന് ഞായറാഴ്ച കൊണ്ട് നിറയെ സന്ദർശകരുണ്ട്, നിറയെ വണ്ടിയിലൂടെ കിടക്കണം കാണാം. അതവരുടെ പോപ്സിൻ്റെ ഒരു ഔട്ട്ലെറ്റ്, അവിടെ ചായയും സ്നാക്സൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ വ്യൂ പോയിൻറ്റിലേക്ക് പോകണം. ഇർഷാദ്. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ സീതാർകുണ്ടെന്ന് കണ്ട ആൾക്കാരാണ്. എന്താ പേരെന്താ പറയുക? അർഷാദ്. എവിടെ സ്ഥലം? പട്ടാമ്പി. ഞങ്ങൾ കൂറ്റനാട്ടുകാരാണ്. നിങ്ങൾ അടുത്ത് തരാം. പട്ടാമ്പി തന്നെ. പട്ടാമ്പി ഏത് ഭാഗത്താണ്? ഓങ്ങല്ലൂർ. ഓ, നമ്മൾ ഓങ്ങല്ലൂർ റെഗുലർ പോണ വഴിയാണ് പാലക്കാടേക്ക് പോകുമ്പോഴേ. ഗൈസ്, നമുക്ക് ഈ കോമ്പൗണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ കുറച്ച് ഭാഗമൊക്കെ താഴ്വാരം കാണാം കേട്ടോ. കൊല്ലങ്കോടിൻ്റെയൊക്കെ ഭാഗങ്ങളാണ്. ദൂരെ ചെറുതായിട്ട് താഴ്വാരം കാണാം. ഇപ്പോൾ നമുക്കിവിടെ തേയിലത്തോട്ടം കാണാം. ആൾക്കാർ നിറയെ വന്നുകൊണ്ടിരിക്കണം. ഇത് പോപ്സിൻ്റെ തേയിലത്തോട്ടമാണ്. അതിൻ്റെ ഉള്ളിലേക്കുള്ള വഴി. നോ എൻട്രി, പാർക്കിംഗ്, ട്രസ് പാസിംഗ്, പ്ലാസ്റ്റിക് ഫ്രീ സോൺ, പ്രൈവറ്റ് പ്രോപ്പർട്ടി. പോപ്സിൻ്റെ എസ്റ്റേറ്റിൻ്റെ ഒരു ബോർഡാണത്. ഇവിടെ ഈ സന്ദർശകർക്ക് ശ്രദ്ധയ്ക്ക് ആയിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. വാഹനങ്ങൾ കയറി വന്ന വഴി കൂടി ഇറങ്ങി പോകരുത്, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊരു ജൈവ കൃഷിയിടമാണ്. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക. തോട്ടത്തിനുള്ള വസ്തുക്കൾക്ക് നാശനഷ്ടങ്ങൾ വരുത്തരുത്. അത് പോപ്സിൻ്റെ തോട്ടമാണ്. പോപ്സ് എസ്റ്റേറ്റ്, ജൈവത്തോട്ടത്തിലേക്ക് സ്വാഗതം. ഇവിടെ കാണുന്ന ബോർഡാണ് പോപ്സിൻ്റെ തോട്ടം. ഇപ്പോൾ നമ്മൾ തോട്ടത്തിനകത്തുള്ള വഴി കൂടെ നടന്നു പോകണം. ഇവിടെ വാഹനങ്ങളൊന്നും കടന്നു പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ചങ്ങലൊക്കെ ബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരമാണ്, നിറയെ ആളുകൾ കാണാൻ പോകുന്നുണ്ട്. കുറേ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ മടങ്ങി വരുന്നുണ്ട്. ഇത് തോട്ടത്തിലേക്കുള്ള ചെറിയൊരു ഗേറ്റ്. വെള്ളം കൊണ്ടുപോകാനുള്ള പൈപ്പ് ലൈനാണ്. തേയിലച്ചെടി. തേയിലത്തോട്ടങ്ങൾ കാണാം.
നിറയെ സിൽവർ ഓക്ക് മരങ്ങൾ, ദൂരമലകൾ, മലമുടക്കുകൾ, താഴ്വാരം. ഇവിടെ നല്ല കാറ്റുമുണ്ട്. സീതാർകുണ്ട് വ്യൂ പോയിൻ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർക്കിംഗ് പോയിന്റിൽ നിന്നൊരു 100-300 മീറ്റർ നടക്കാനുണ്ട്. ടാർ ചെയ്യാത്ത ചെറിയൊരു വഴിയാണ്. സൈഡിൽ മുള്ളുവേലി, അപ്പുറത്ത് ബോബ്സൻ്റെ തേയിലത്തോട്ടാണ്. സിൽവർ ഓക്ക് മരങ്ങൾ, ഉരുളൻ പാറക്കല്ലുകൾ നിറഞ്ഞ വഴി, സൂക്ഷിച്ച് നടക്കുക. നമ്മൾ വ്യൂ പോയിന്റിലേക്ക് എത്താണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടാണ് നിൽക്കരുത്. ഇങ്ങോട്ടോ ഇവിടുന്ന് ഓടിപ്പോയി കഴിഞ്ഞാൽ അബദ്ധമാണ്. തൊട്ടടുത്താണ് വ്യൂ പോയിന്റ്. അതുകൊണ്ട് റോഡ് നേരാക്കാത്തത്. എന്തായാലും ഇവിടെ ഒരു തടസ്സത്തിനൊരു വേലിയൊക്കെ ഉണ്ട്. ശരി ഓക്കെ. അപ്പോൾ കേസ് നമ്മുടെ എത്തിയിരിക്കാനുണ്ടോ? ഇത് ഒരു അപകടകരമായൊരു സ്ഥലമാണ്. സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ നമ്മളൊക്കെ താട്ടു. അപ്പോൾ കേസ് നമ്മൾ എത്തിയിട്ടാ. താഴെ കാണുന്ന കാഴ്ചകൾ. ഇപ്പോൾ കൊല്ലങ്കോടിൻ്റെയൊക്കെ വിദൂരമായ ഗ്രാമക്കാഴ്ചകളാണ്. നല്ല സമതലാണ് താഴെ, കറക്റ്റ് പരന്ന് കിടക്കണം. അടിപൊളി. ഇപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി താഴേക്ക് പോയി നോക്കാം. ഇവിടെ ഇപ്പോൾ എന്തായാലും കമ്പി വരെ കെട്ടിയിട്ടുണ്ട്. നേരത്തെ വേലിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ അതുപോലെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് സൈഡിൽ കൂടെ പോയി നോക്കാം. അപ്പോൾ ജാഗ്രത വേണം, തിരക്കൊന്നും പാടില്ല. ചാനൽ പാലക്കാടൻ ഗ്രീൻ വീഡിയോ അടിക്കും. അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ 2 കൂട്ടുകാരെ കണ്ടിരിക്കാൻ കേട്ടോ. അവർ പട്ടാമ്പിക്കാരാണ്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. പാലക്കാടൻ ഗ്രീൻ വീഡിയോ അടിക്കാനാ. റേഞ്ച് പോയോ? ഓക്കെ. 1000. അതല്ലേ. സീതാർകുണ്ട് വ്യൂ പോയിന്റിനെ പറ്റിയൊരു ബോർഡാണ്. വ്യൂ പോയിന്റ് ഏരിയ ഈസ് വെരി സ്ലോപ്പ് ആൻഡ് ഡേഞ്ചറസ് പാർട്ട് ഓഫ് ദ ഫോറസ്റ്റ്. ട്രസ്പാസിംഗ് ആൻഡ് ടേക്കിംഗ് സെൽഫീസ് ഈസ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. വയലേഷൻ വിൽ ബി സെവർലി പണിഷബിൾ ആസ് പെർ കേരള ഫോറസ്റ്റ് ആക്ട് 1961. മുന്നറിയിപ്പ് ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. കൊല്ലങ്കോട് റേഞ്ച് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, നെന്മാറ വനം ഡിവിഷൻ. ഓക്കെ, നമ്മളൊന്നുകൂടെ മുന്നോട്ട് പോകണം. ദൂരെ ഒരു മല കാണാം. ഇവിടെ നിറയെ പാറക്കെട്ടാണ്. സൂക്ഷിച്ച് നടക്കുക. ഇവിടെ കുരങ്ങന്മാരുണ്ട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം. പലരും അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ഒരു മേത്ത് വന്ന് കയറും.
അപ്പോൾ അവർ കുരങ്ങുഞ്ഞ് കമ്പിയുടെ മുകളിൽ കയറിയിരിക്കുക. അമ്മ അടുത്ത അമ്മ അച്ഛനാണ്. അച്ഛൻ താഴത്തുണ്ട്. ഇവിടെ എന്ത് ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ എന്താണ് നല്ല ഭംഗിയിൽ നല്ല കനത്തിൽ കമ്പിയിലൊക്കെ വെച്ചിട്ടുണ്ട്. നേരത്തെ ആണെങ്കിൽ കമ്പിയിലൊന്നും ഉണ്ടായിരുന്നില്ല. ആൾക്കാർ അറ്റം വരെയൊക്കെ പോയിരുന്നു. അറ്റം വരെയൊക്കെ പോകുമ്പോൾ അപകടത്തിലുള്ള സാധ്യത ഉണ്ടായിരുന്നു. പലപ്പോഴും ആളുകൾ വീണിട്ടുണ്ട്. ഇപ്പോൾ കൊല്ലങ്കോടിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. വിശാലമായ പരന്നെടുക്കണം നല്ല സമാധാനം. ഇവിടെ നോക്കുമ്പോൾ ദൂരം മല കാണാം. മല ഇങ്ങനെ നേരെ വന്നിട്ട് പെട്ടെന്ന് താഴോട്ട് പോവുകയാണ്. ആ ഭാഗത്താണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടമൊക്കെ ഉള്ളത്. അതൊക്കെ എന്തെങ്കിലും ഫോറസ്റ്റിൻ്റെ ഏരിയയാണ്. അവിടേക്കൊന്നും പ്രവേശനമില്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് കമ്പിയിൽ കെട്ടി തിരിച്ച് ലാസ്റ്റ് എൻട്രി നിയന്ത്രിച്ചിരിക്കുകയാണ്. അതിന് അപ്പുറത്തേക്ക് ആളുകൾക്ക് പ്രവേശനമില്ല. അങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് താഴ്വാരയുടെ നല്ല വ്യൂ കാണാം. ദൂരെ ഡാമുകൾ കാണാം. നിറയെ ഇലക്ട്രിക് ടവറുകൾ കാണാം. നിറയെ കെട്ടിടങ്ങൾ, കൃഷിയിടങ്ങൾ ഒക്കെ. ഇപ്പോൾ എന്തായാലും സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമായിട്ട് പ്രവേശനം ഇവിടം വരെയാക്കി ചുരുക്കിയിട്ടുണ്ട്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. നേരത്തെ അങ്ങേ അറ്റം വരെയും ദൂരെ എത്ര വേണമെങ്കിലും പോകാൻ വരുന്ന റോട്ട് ഇറങ്ങാമായിരുന്നു. അങ്ങനെ ആകെ അലമ്പായിരുന്നു. ഇപ്പം ഏരിയ എന്തായാലും സുരക്ഷിതമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇവിടെ അപകട സാധ്യത വളരെ കുറയും. ആ മലയുടെ അടിച്ചു കണ്ട പെട്ടെന്നാണ് താഴോട്ട് പോകണം. ഇവിടുത്തെ പ്രശസ്തമായ നെല്ലിമരങ്ങളാണ്. ഇതും അപ്പുറത്തൊക്കെ ഉണ്ട്. ഈ നെല്ലിമരങ്ങളിൽ കുരങ്ങനെ ഇരിക്കുന്നതും നെല്ലിമരത്തിൻ്റെ കാഴ്ചയൊക്കെയാണ് നെല്ലിയാമ്പതിയെ പറ്റി പറയുമ്പോഴുള്ള ഫോട്ടോകളിലൊക്കെ കാണാറുള്ളത്. താഴ്വരയുടെ നല്ല കാഴ്ച. ഇവിടെ പാലമരമാണെന്നോ, പാറപ്പുറത്താണ് അതൊക്കെ നിൽക്കുന്നത്. ഇവിടെ നെല്ലിമരം. ആ വഴി കൂടെ പാർക്ക് ചെയ്തില്ലായിരുന്നു. അതാ പോകുന്നുണ്ട്. അതല്ല കുറച്ചുകൂടി പോയി. പറഞ്ഞിരുന്നുണ്ടോ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സീതാർകുണ്ടിൻ്റെ കാഴ്ചകൾ കഴിയാണ്.